ഇന്നുണ്ടല്ലോ എൻ്റെ ഇപ്പം ഇങ്ങോട്ട് തിരിഞ്ഞൊന്ന് കിടന്നു. ഞാൻ കുറേ വിളിച്ചപ്പോൾ ഇത് വേലുക്കുട്ടി വാ വയ്യ കണ്ടിട്ടുണ്ടെങ്കിൽ നോക്കി എത്രയും സ്ഥലം കൊടുത്തിട്ടുണ്ട് നമ്മൾക്ക്. ചേട്ടാ അവിടെ ഇന്നിപ്പോ പ്രീതി വന്നിട്ടുണ്ട്. അയ്യോ നല്ല ദാഹണ്ടായിരുന്നു. എപ്പോഴാണ് അവ പ്രസവിച്ചതെന്ന് അറിയും. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. വായോട്ടാ. ഇന്ന് എൻ്റെ പിറന്നാളാട്ടോ. അപ്പോൾ നമ്മളിത് അമ്പലത്തിൽ പോവാണ്. അപ്പോൾ എൻ്റെ മോൻ്റെ പിറന്നാൾ ഇന്നൊരു ദിവസം തന്നെയാണ്. അപ്പോൾ മോനായിട്ട് ഇന്ന് ഞങ്ങൾക്ക് വീഡിയോയ്ക്ക് പിടിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ അമ്പലത്തിലേക്ക് പോട്ടെ. എൻ്റെ ഇന്നത്തെ പിറന്നാൾ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നുണ്ടല്ലോ, ഇന്നലെ കേട്ടോ തലേ ദിവസം നമുക്ക് കിട്ടിയ വേനൽ മഴയുടെ വിശേഷങ്ങളായിട്ട് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടാ. എന്നാ നമുക്കുണ്ടല്ലോ നല്ലൊരു വേദന മഴ കിട്ടിയിട്ട് നന്നായിട്ട് നല്ല ശക്തിയിലെ പെയ്യുന്നത്. ചെടികളൊക്കെ വാടി. നമ്മുടെ പേളിക്കുട്ടിക്ക് എവിടെയാ? അയ്യോ പേളി മഴ പെയ്തപ്പോ വണ്ടിയുടെ അടിയിൽ കൊടുക്കുന്നത് പാവോ. നോക്കിയേ പേളിക്കുട്ടിയെ, മഴ കൊള്ളാൻ പറ്റണില്ല അല്ലെ പൊണ്ണുന്നേ? പിന്നെ എൻ്റെ ഈ ചുരിദാർ ഇട്ടാ എനിക്ക് ബർത്ത്ഡേക്ക് തയ്ച്ച് കൊണ്ടുവന്ന ചുരിദാറാണ്. ആ ഇട്ട് നോക്കി റെഡിയാണോ നോക്കണ സമയത്തായിരുന്നു ഈ മഴ കിട്ടിയത്. അപ്പോൾ പിന്നെ ആ ചുരിദാർ ഇട്ടിട്ട് തന്നെ ഇറങ്ങി. നല്ല കാറ്റുണ്ട്. അപ്പോൾ നമ്മുടെ വേലിക്ക് ഇങ്ങോട്ട് ചീറ്റ വെള്ളം. ഓ എന്നാലും മഴ കിട്ടിയപ്പോഴേ ഭയങ്കര ഒരു സന്തോഷം തോന്നാ. എന്തിനു ചൂടായിരുന്നു കുറച്ച് ദിവസം. പെട്ടെന്ന് മഴ പെയ്തപ്പോഴേക്ക് നമുക്കും തണവായി. മൊത്തം അന്തരീക്ഷം കാണുമ്പോഴും ആ ചെടികളൊക്കെ കാണുമ്പോൾ എന്തൊരു ഉഷാറ് പോലെ. ഇപ്പോൾ മറ്റേത് എങ്ങനെ നമ്മൾ നനച്ചു കൊടുത്താലും കാര്യമില്ല, അവരിങ്ങനെ വിട്ടായിരുന്നു. തല്ലുകൂട്ടിട്ട് ഇറങ്ങിക്ക്. ഇപ്പം മഴ പെയ്തപ്പോൾ ഓടി ഇങ്ങോട്ട് പോന്നു. അപ്പം എന്താ ഈ പേളി ഓടി ഇവിടുന്ന് പോയി. പേളിക്ക് ഈ പല്ലുവിൻ്റെ പോലെയാണ്. അതായത് ഇപ്പം ഇവൻ കൂടുതൽ ഇങ്ങോട്ട് ടച്ച് ആവുന്നതനുസരിച്ച് അവൾ പതുക്കെ പതുക്കെ നീങ്ങി തുടങ്ങി. ഇവൻ തെറ്റ് ചെയ്യണം. ഇവൻ അയച്ചു വിട്ടുണ്ടെങ്കിൽ ഇവിടെ ചുറ്റുപെട്ട് നിൽക്കുന്നു. നോക്കി എൻ്റെ അറിയാൻ മുഴുവൻ അവിടെ കണ്ടിട്ട് നിൽക്കണേ. നീ ഇവിടെ കിടന്നാൽ മതി കേട്ടാ. മഴയൊക്കെ പെയ്യുമ്പോൾ അല്ലു കൂടുതലും വണ്ടിയുടെ മുകളിലേക്ക് കയറി എടുക്കാറ്. അല്ലു ഇപ്പോൾ ബാക്കിലിരിക്കുന്നുണ്ട്. ഉണ്ടായിരുന്നു ബാക്കിലേ. ഇതാ ഇവിടെ എന്നെ കിടക്കണേട്ടെ ചാർലി. അങ്ങനെ കിടക്ക് അവിടെ കിടന്നോ. ഓ പക്ഷെ നമ്മളിവിടെ നീങ്ങാം. ഓടി വന്ന് ഈ ചവിട്ടിയിലേക്ക് കിടക്കാവേ. അല്ലു ബാക്കിൽ ഇരിക്കണ്ടായിരുന്നു. ഞാൻ കാട്ടിത്തരാം. ഇതേ കണ്ട അല്ലു ഇരിക്കണേ. ചുക്കുട് പണിയേ എന്തൊരു പിണക്കക്കാരൻ ഇവിടെ നിന്ന് ഞാൻ ആലോചിക്കണേ. ഒരാൾ ഫ്രണ്ടിലിരിക്കുമ്പോൾ ഒരാൾ ബാക്കിൽ, ഒരാൾ നാട് വിട്ടുപോയി. അല്ലെങ്കിൽ ഇപ്പോൾ ചാർലി ഇങ്ങോട്ട് വരുന്നത് പേളിക്ക് തീരെ ഇഷ്ടമില്ല. പേളി ഇവിടുന്ന് മുങ്ങാൻ നോക്കി തുടങ്ങിയിട്ട് പോയിട്ട് ചാർലി അയച്ചോട്ട് ഓടി വരും. പക്ഷെ അത് കാണുമ്പോഴേക്ക് പേളിക്ക് എന്താണാവോ പേളിൻ്റെ അടുത്തുനിന്ന് പോവും. എന്തായാലും പേളി എവിടെ പോയാലും ആൾക്ക് സ്ഥാനമുണ്ട്. അതായത് സമാധാനമുണ്ട്. ആളുടെ ടൈം ഇതായ കാരണം എല്ലാവരും അവളെ നന്നായി നോക്കുന്നുണ്ട്. അല്ലുമോളൂ
എൻ്റെ മോള് പിണങ്ങിയിരിക്കുക. പിണങ്ങണ്ട കേട്ടാ, കണ്ടാ തൊടാൻ പോലും ഇപ്പം സമ്മതിക്കില്ല, അത്രയ്ക്ക് ദേഷ്യം അവൾക്ക്. ഇല്ല എൻ്റെ മോളെ തോടണില്ല, അവിടെ ഇരുന്നോ കേട്ടാ. അല്ല മോളെ തോടണില്ല കേട്ടാ, കിടന്ന് ഒഴിഞ്ഞു തരാം, കിടന്ന് ഒഴിഞ്ഞു തരാം. ആടാ പിണങ്ങല്ലടാ. ഓ കണ്ടാ, നോക്കി കണ്ടാ തോടണ്ടാന്ന്. ആടാ 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 അമ്മയുടെ പൊണ്ണില്ലടാ. ആടാ ഇങ്ങനെ തൊട്ട് തന്നെ തല്ലി നിൽക്കും. തൊടണ്ട നോക്കിയേടാ. ആടാ എന്തിട്ട് ദേഷ്യം. അതായത് അവരെ ഞാൻ തൊടുന്നതോ സ്നേഹിക്കുന്നതോ ഇഷ്ടമല്ല. നമ്മളെ മാന്തൊന്നുമില്ല, അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണല്ലോ കേട്ടോ. പാവാ. കാരണം ഞാൻ അതേപോലെ സ്നേഹിച്ചിട്ടുണ്ടാവളേ. പൊന്നു മഴയത്തേക്ക് പോണ്ട, ഞാൻ പോവാ തൊടണില്ലേ പൊന്നുനെ. പൊന്നു മഴയത്തേക്ക് പോണ്ട കേട്ടാ. ഇതാണ് ഇവിടെ ആരെ സ്നേഹിക്കണം, ആരെ എങ്ങനെ നോക്കണം ഒന്നും എനിക്കറിയാത്ത സ്ഥിതിയാണ്. ഇതേ പോയി തുടങ്ങി, ഇങ്ങനെ പോവാ അവള് കണ്ട. ഇതേപോലെ എൻ്റെ അല്ലു 5 വർഷമായി അവൾ എൻ്റെ കൂടെ വന്നിട്ടേ. ഈ 5 വർഷത്തിൻ്റെ ഇടയിൽ ആദ്യമായിട്ടാണ് അവൾക്ക് ഇപ്പോൾ ഈ പേളിയും ചാർലിയും ഒക്കെ വന്നതിന് ശേഷം. ബാക്കി നമ്മുടെ അംബ്രൂസ്, ടൈസൺ അവരോടൊക്കെ ഞാൻ ഇവളെ കൊണ്ടുവന്ന സമയത്ത് ഇങ്ങനെ നിർത്തി പറഞ്ഞിട്ടുണ്ട്, ഇവളൊന്നും ചെയ്യരുത്, ഇവൾക്ക് കേട്ടോ ഫസ്റ്റ് സ്ഥാനം, നിങ്ങളൊന്നും ചെയ്യരുത്. പക്ഷേ പേളിയും ചാർലിയും ഇവളെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അത് കാരണം ഇവൾക്ക് ഞാനവിടെ മിണ്ടണതോ തൊടണതോ ഒന്നും ഇഷ്ടമില്ലാത്തത്. ഈ സൗണ്ട് നമ്മുടെ ഗിനീരി കേട്ടാ, കേൾക്കുന്നുണ്ടാണാവോ ഇവരുടെ സൗണ്ട് കൊണ്ട്. എന്താ പറയുക, എൻ്റെ നേരം പോക്ക് മുഴുവൻ ഈ അല്ലും കോഴിയൊക്കെ ആട്ടോ മെയിനായിട്ട്. പിറന്നാളാണെങ്കിലും ഇവരൊക്കെയാണ് എനിക്ക് കൂടുതൽ എന്താ പറയുക ടൈം, ഇവർക്ക് വേണ്ടിയാണ് ഞാൻ കൂടുതൽ ടൈം എൻ്റെ ഒരു ദിവസത്തിൻ്റെ കൂടുതൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മുടെ തലേദിവസത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മുടെ പെരുന്നാൾ ദിവസത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ അമ്പലത്തിൽ കയറി തൊഴുത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പം നമ്മൾ വന്നിട്ടുള്ള അമ്പലം തിരുമണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് ആട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. ഒല്ലൂക്കരയാണ് ഭഗവതി ക്ഷേത്രം. പിന്നെ നമ്മളവിടെ വേഗം തന്നെ നമ്മുടെ രാജഗോപാലൻ, അതായത് നമ്മുടെ അമ്പലത്തിലത്തെ ആനയുടെ പേരാണ്. അപ്പോൾ അവൻ കുളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്ന് നമ്മൾ നേരെ പോരാണ് കേട്ടോ. കുട്ടി നോക്കിയ ബർത്ത്ഡേയുടെ സൈക്കിൾ ചവിട്ടി പ്രാക്ടീസ് ചെയ്യട്ടെ അവിടെ. ഇന്നിപ്പോ പ്രീതി വന്നിട്ടുണ്ട്. അയ്യോ വീണേനെ. കാൽമണിക്കുട്ടിക്ക് അപ്പൊ എക്സാം ഉണ്ടായിരുന്നില്ലേ? അയ്യോടെ അങ്ങനെയാണെങ്കിൽ ഇത് അമ്പലത്തിൽ കൊണ്ടുപോയിരുന്നല്ലോ കാൽമണിക്കുട്ടീനെ. സ്കൂളുണ്ടെന്ന് വെച്ചിട്ടായിരുന്നു. ഇന്നേ നമ്മുടെ പേളീനെ കാണാനില്ല കേട്ടാ. ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോകുമ്പോൾ നോക്കി, ഇവിടെ നിന്ന് കണ്ടിട്ടില്ല. കാലത്ത് അവൾക്ക് പാൽ കൊടുക്കാറുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഒന്നും കാണാനില്ല. ബാക്കി എല്ലാവരും ഉണ്ട്, ടൈസനും അംബ്രൂസും ഒക്കെ ഉണ്ട്. കാലത്ത് ചാർലീനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ പേളീനെ കാണാനില്ല. മറ്റു 2 കേട്ടിട്ടു. കൺമണിക്കുട്ടി നോക്കിയില്ലേ? ഞാനാണെങ്കിൽ പ്രീതിയോട് പറഞ്ഞു അമ്പലത്തിൽ പോകുമ്പോൾ ഒന്ന് നോക്കിയോളോ പേളീനെ. പക്ഷെ എവിടെയും കാണാനില്ല. ഇനിയിപ്പോൾ ഒന്നുകൂടെ അന്വേഷിക്കണം എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ നമ്മളിന്ന് പായസമാണ് വയ്ക്കണേ. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് പായസം വയ്ക്കണം. കാരണം ഷായിട്ടിനോട് ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ബർത്ത്ഡേക്ക് ആയാലും ഷായിട്ടിന് പായസം കുടിക്കാൻ ഇഷ്ടമാണ്. അതിപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് ആയാലും ഞാനിപ്പോൾ ഒന്ന് പായസം വയ്ക്കും. ഞാൻ പേളീനെ അന്വേഷിച്ച് കുറേ നടന്നു. ലാസ്റ്റ് ഞാൻ കണ്ടെത്തി. എവിടെയാണെന്നറിയോ? ഇവർ നാടൻ പട്ടികൾ. അങ്ങനെ നമ്മൾ എത്ര സൗകര്യം ഉണ്ടാക്കി കൊടുത്താലും പ്രസവിക്കില്ല എന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ ഇതാ കുഞ്ഞാട്ടിൻ്റെ വീടിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ എന്താ പറയുക വിറകുകളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് പോലെ കണ്ടപ്പോൾ ഞാൻ നോക്കിയപ്പോൾ രേഖ എടുക്കണവൾ അതിൻ്റെ ഉള്ളിലേ. പേളിക്കുട്ടി പേളി വെയ്യാണ്ടാണാവോ എന്താണാവോ എടുക്കണ? പേളി കണ്ട അതിൻ്റെ ഉള്ളിൽ എന്നെ എടുക്കുക. അപ്പോൾ ആൾക്ക് എന്തെങ്കിലും വെയ്യായി ഉണ്ടാവും കേട്ടാ. ഇതിൻ്റെ ഉള്ളിൽ പ്രസവിച്ചാൽ എങ്ങനെ നമ്മൾ കുട്ടികളെ കൊണ്ടുവരിക? പേളി വായ്യ ഇങ്ങോട്ട് വാ. ഇപ്പം ഇങ്ങോട്ട് തിരിഞ്ഞൊന്ന് കിടന്നു. ഞാൻ കുറേ വിളിച്ചപ്പോൾ ഇത് കിടക്കണേ. വാ വായ്യ പേളി കണ്ട കിടക്കണേ കിടക്കണ. അയ്യോ പേളിക്കുട്ടി വാ വായ്യോ വാടി. നിന്നെങ്ങനെയൊന്ന് സഹായിക്കാൻ പറ്റുക നിനക്ക് പ്രസവിച്ചാ? വാ. ഇന്ന് ഞാനുണ്ടല്ലോ ഇതാ ഗോതമ്പ് പായസം ആട്ടോ വയ്ക്കണത്. അപ്പോൾ ഗോതമ്പ് പായസം വെക്കുമ്പോൾ നമുക്ക് നുറുക്ക് ഗോതമ്പ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പായസ ഗോതമ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഞാനിതാ 250 ഗ്രാം നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. അത് 2.5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി ഇതാ നമ്മൾ വെള്ളമൊക്കെ വാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ വെള്ളത്തിലിടുന്നേക്കാൾ മുന്നേ തന്നെ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ടോളൂ കേട്ടോ.
ഇനിയിപ്പോൾ ഞാനിതാ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ് നമ്മൾ വെക്കണേ. അപ്പോൾ നമ്മൾ കുക്കറിലിട്ടിട്ട് ആദ്യം ഒന്ന് ഗോതമ്പ് വേവിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അതാ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ട ഇത് ഏതാണ്ട് ഗോതമ്പിൻ്റെ ഒപ്പത്തിൽ നിൽക്കും നമ്മൾ ഒഴിക്കുന്ന വെള്ളം, അതേപോലെ കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ച് തീ കത്തിക്കാം. ഒരു വിസിൽ മതി കേട്ടോ. ഒരു വിസിൽ വന്ന് എയർ പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ തുറന്നോളൂ. കൂടുതൽ നേരം ഇങ്ങനെ അടച്ചിടരുത്. കാരണം ഇങ്ങനെയാണെങ്കിൽ അപ്പം അതിങ്ങനെ ഭയങ്കരമായിട്ട് കുറുകിപ്പോവും. അതുകൊണ്ടാണ് ഒരു വിസിൽ വരിക, എയർ പോയിന്ന് കണ്ട അപ്പം തന്നെ തുറക്കുകയും ചെയ്തോളൂ കേട്ടോ. അതിലൊരു തെറ്റ് വരരുത് കേട്ടോ. പായസം ഇങ്ങനെ കുറുകിപ്പോവും. അത് കാരണമാണ് നമ്മളതിങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ നമുക്ക് ബെല്ലം ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാനിതാ തീ കത്തിച്ച് ബെല്ലം നമുക്ക് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാനിതൊരു പാത്രം അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഗോതമ്പിൻ്റെ അളവെന്ന് പറയുന്നത് 250 ഗ്രാമാണ്. അപ്പോൾ ഇരട്ടി ബെല്ലാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബെല്ലം എടുക്കാം. അപ്പോൾ 250 ഗ്രാം ഗോതമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ 500 ഗ്രാം ബെല്ലം. അപ്പോൾ നമുക്കിതാ എടുത്തിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരു ഗ്ലാസ്സിൻ്റെ അവിടേക്ക് തന്നെ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലാസ് എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഇതിൽ 1.5 ഗ്ലാസ് പെടും കേട്ടോ. സാധാരണ ഒരു ഗ്ലാസ് കൊണ്ടാണെങ്കിൽ നമുക്ക് ഈ വെള്ളം നന്നായിട്ട് ഉരുക്കിയെടുക്കണം. കുക്കർ ഇതാ വിസിൽ വന്നു. അപ്പോൾ നമ്മളിതാ ഇവിടെ ഇറക്കി വയ്ക്കുകയാണ് ചെയ്യണേ. ഇനി നമ്മൾ ആ അടുപ്പുമ്പോൾ തന്നെ ഉരുളിയാണ് കേട്ടോ അടുപ്പത്ത് കയറ്റാൻ പോണത്. ഉരുളി ഒന്ന് ചൂടാകട്ടെ. വെള്ളം കുറച്ചും കൂടി ഒന്ന് ഉരുകാനുള്ളൂ കേട്ടോ. നല്ല അളവിൽ തന്നെ നമ്മൾ വെള്ളം ഉരുക്കിയെടുക്കുന്നുണ്ട്. വെള്ളം ഉരുക്കിയെടുത്തു. പിന്നെ വെള്ളം നമ്മൾ അരിച്ചിട്ട് വേണം കേട്ടോ എപ്പോഴും ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ. ഇനിയിപ്പോൾ നമ്മൾ എന്നിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉരുളിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമുക്കിതിൽ അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇതൊക്കെ നമുക്ക് കൂടുതലുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നെയ്യൊന്ന് ചൂടാവട്ടെ. നെയ്യ് ചൂടായി തുടങ്ങി. അതിലേക്ക് ആദ്യം നമ്മൾ അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അണ്ടിപ്പരിപ്പ് നമുക്കൊരു ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ട് ഇതേപോലെ ഒരു കളറായി വരുന്നോട് കൂടി നമുക്ക് ഉണക്കമുന്തിരിയും കൂടി ഇടാം കേട്ടോ. രണ്ടും കൂടി ഒപ്പം നമുക്ക് ആക്കിയെടുക്കാം. ഉണക്കമുന്തിരി ഒന്ന് വീർത്ത് വരും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. നോക്കിയാൽ ഉണക്കമുന്തിരിക്ക് ഒന്ന് വീർത്ത് വന്നു തുടങ്ങി. നമുക്ക് വേഗം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതാ നമ്മുടെ കുക്കറിലത്തെ വിസിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്, എയർ പോയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതാ മൂടി തുറക്കാം. മൂടി തുറക്കുമ്പോൾ നോക്കിയേ കൃത്യ ഒരളവിൽ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഉരുളിയിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തിട്ട് നെയ്യുണ്ട്, അതിലേക്ക് കുറച്ചും കൂടി നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആദ്യം ഗോതമ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ നെയ്യിൽ നമുക്കൊന്ന് ഗോതമ്പിനെ നന്നായിട്ടൊന്ന് വരച്ചെടുക്കാം. നെയ്യിൽ കിടന്ന് നമ്മുടെ ഗോതമ്പൊക്കെ നന്നായിട്ട് നമ്മളൊന്ന് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കുണ്ടല്ലോ അരിപ്പ വെച്ചിട്ട് നമുക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ശർക്കര പാനിയിൽ കിടന്ന് വീണ്ടും നമുക്ക് ഗോതമ്പിനെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം കേട്ടോ. വെല്ലം ഒഴിച്ചിട്ട് നോക്കിയാൽ നമ്മൾ ഇതേപോലെ വറ്റി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇനി ഇതിലേക്ക് ചെയ്യാൻ പോണത് നാളികേരം പാൽ. അപ്പോൾ അതായത് 3 നാളികേരത്തിൻ്റെ പാൽ, നല്ല വലിപ്പമുള്ള 3 നാളികേരമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാൽ അങ്ങനെയാണ് നമ്മൾ നീക്കിയിട്ടുള്ളത്. അപ്പോൾ 3-ാം പാൽ ഞാനിതാ 2 ലിറ്റർ വെള്ളത്തിലാണ് 3-ാം പാൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വറ്റിച്ചെടുത്തിട്ട് പിന്നെ കുറേശ്ശെ വീണ്ടും ഒഴിച്ചെടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വട്ടം പാൽ ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് കുറുകി വന്നിട്ട് അപ്പോൾ നമ്മളിതാ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. ഇനി വീണ്ടും നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം.
അപ്പോൾ ഇതാ നമ്മൾ പാലൊക്കെ ഒഴിച്ചിതാ ഒന്നും കൂടി ഇതാ അതേപോലെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ബാക്കിയുള്ള 3-ാം പാല് ഫുള്ളായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഒന്നും കൂടി നന്നായിട്ട് നമുക്ക് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതാ 3-ാം പാലൊക്കെ ഒഴിച്ച് ഇതേപോലെ നോക്കിയാൽ കുറുകി വന്നപ്പോൾ 2-ാം പാല് ഞാനിതാ ഒരു 1.5 ലിറ്ററിൻ്റെ അടുത്തേക്കാണ് 2-ാം പാല് ആക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നേർ പകുതി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നും കൂടി നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. 2-ാം പാല് നമ്മളിത് പകുതി ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതാ ഇതേപോലെ വീണ്ടും കുറുകി വന്നു കണ്ട. ഈ ഒരു അളവിൽ ഇങ്ങനെ കുറുകി വരുന്ന സമയത്താണ് നമ്മളിതാ ബാക്കിയുള്ള 2-ാം പാലും കൂടി ഇതാ നമ്മൾ ഒഴിച്ചു കൊടുക്കാനുണ്ട്. ഞാൻ ഇതാ മുഴുവൻ തന്നെ ഒഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു 3 ട്രിപ്പായിട്ട് വേണമെങ്കിൽ ഒഴിക്കാം. ഞാനിപ്പോൾ ഒരുമിച്ച് ഒഴിച്ചു. ഇനി ഇതാ ഒന്നും കൂടി ഒന്ന് നമുക്കിങ്ങനെ വറ്റിച്ചെടുക്കണം. നാളികേരം പാലൊക്കെ കൂടുതൽ ആവശ്യത്തിന് വേണം കേട്ടോ, എങ്കിൽ മാത്രമാണ് പായസത്തിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒന്ന് കുറുകി വരട്ടെ. നോക്കിയേ ഇതേപോലെ ഇപ്പോൾ കുറുകി വന്നു. നമ്മൾ 2-ാം പാലൊക്കെ എല്ലാതും ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും പൊടി ഇട്ടാ, നുള്ള പേരിന് ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണ് ചുക്ക് പൊടിച്ചത്, പിന്നെ അതേപോലെ തന്നെ 1/4 ടീസ്പൂണ് ഏലക്കായ പൊടിച്ചത് കേട്ടോ. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് പായസത്തിന് നല്ലൊരു മണമൊക്കെ ഇങ്ങനെ വരും, ഏലക്കായയുടെ പൊടിയും ചുക്ക് പൊടിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പൊടികളൊക്കെ ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ആവണ പോലെ കേട്ടോ. ഇപ്പോൾ നമുക്ക് പായസത്തിലേക്ക് നോക്കുമ്പോൾ നോക്കിയാൽ ഈ ഒരു അളവ്, ഈ അളവ് തന്നെ നമുക്കായിരിക്കണം. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഇതാ നമ്മുടെ 1-ാം പാല് 2.5 ഗ്ലാസ്സിൻ്റെ അടുത്തേക്കാണ് ഈ 1-ാം പാലുള്ളത്, അത് നമ്മളിത് ഒഴിച്ചു കൊടുക്കണം. അപ്പം തന്നെ നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്യാണ് കേട്ടോ. ഇപ്പം നോക്കിയാൽ കണ്ട ഈ അളവ്. അപ്പോൾ ഇതിൽ ഉരുളിയിലിരുന്ന് ഒന്ന് ചൂടാറുമ്പോൾ ഇത്രയും കൂടി ഒരു കട്ടിയാവും. അപ്പോൾ ഈ ഒരു അളവിൽ നമ്മൾ ഇറക്കിയാൽ മാത്രമാണ് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ വലിച്ച് കുടിക്കാവുന്ന ഒരു അളവ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ പായസം നമ്മുടെ റെഡിയായി. നല്ല കട്ടിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കട്ടെ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ വറുത്ത് വെച്ച് നമ്മുടെ ഉണക്കമുന്തിരിയും അതേപോലെ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കാം. ഇതാ പായസം നമ്മളെ റെഡിയായി. ഇനിയിപ്പോൾ ഒന്ന് നല്ല ചൂടാറിയിട്ട് ഷായട്ടിനെ വിളിക്കാം. ഷായട്ട തൃശ്ശൂർക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൺമണിക്കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കൺമണിക്കുട്ടിക്ക് കൊടുക്കാം, അപ്പോഴേക്ക് ഷായട്ട തൃശ്ശൂരിൽ നിന്ന് എത്തും. ആൾ കുറേ നേരം പായസമായ വിധേയം ചോദിച്ചിട്ടിരിക്കണതേ. അപ്പോൾ ഒരു തുണ്ട് ഒരു പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കട്ടെ ഞാൻ, എന്നിട്ട് കൺമണിക്കുട്ടിക്ക് കൊടുക്കാം. ഞാനും കൺമണിക്കുട്ടിയും ഇവിടെ വന്ന് പായസം കുടിക്കാന്ന് വെച്ചു. കാരണം നമ്മുടെ പായസം പാത്രം ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ടേയിട്ടില്ല. പിന്നെ പ്രീതിക്ക് പെട്ടെന്ന് പോകേണ്ട വന്നു. പ്രീതിന്ന് വന്നത് എന്താണെങ്കിൽ കൺമണിക്കുട്ടിയുടെ അമ്മ ജോലിക്ക് പോയൊക്കെ അല്ലേ. അപ്പോൾ കൺമണിക്കുട്ടീനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രീതി വന്നത്. നാളെ എക്സാം അല്ലേ കൺമണിക്കുട്ടിക്ക്. പക്ഷെ അവൾക്ക് പെട്ടെന്ന് പോകേണ്ട വന്നു കേട്ടാ. കൺമണിക്കുട്ടിക്ക് നാളെ ഏത് എക്സാം? EVS. അപ്പോൾ പായസം കുടിച്ച് കൺമണിക്കുട്ടി വേഗം പോവും പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രീതിക്ക് പോകേണ്ട വന്ന കാരണം കണ്ണാടി പുച്ചിക്ക് വേഗം വരും ഒരു വീട്ടിലേക്ക്. ഷുക്കുൻ്റെ കൂടി ഇരുത്തി പോയില്ലേ. നോക്കിടാവേ ടേസ്റ്റ് പറഞ്ഞ കൺമണിക്കുട്ടി എങ്ങനെയുണ്ട്? ടേസ്റ്റ് മധുരം പാകല്ലേ? നമ്മുടെ ഈ അളവിന് നമ്മുടെ പായസത്തിൻ്റെ മധുരം പാകാട്ടെ. കൂടുതൽ മധുരം വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇടാട്ടോ. അതേ കൺമണിക്കുട്ടിയുടെ മുഖത്ത് എന്താണെന്നറിയോ? വീഡിയോ പിടിച്ചിരുന്നത് മോനാണ്. അപ്പോൾ അവൻ അവളെ കളിയാക്കുന്നുണ്ട്. അതിൻ്റെയാണ് കൺമണിക്കുട്ടിയുടെ മുഖത്ത് നിന്നാണ് വരുന്നത്. അവൻ കളിയാക്കുന്നുണ്ട് ബാക്കിൽ നിന്നിട്ട് ക്യാമറയുടെ. ഇന്ന് കൺമണിക്കുട്ടി ഇത്തിരി കൂടി കഴിച്ചോ, അല്ലേ റൂമിൽ പോയിട്ട് കഴിച്ചാൽ മതിയാ? ചേട്ടൻ കളിയാക്കാം അല്ലേ? അപ്പം ഞങ്ങൾ അകത്ത് പോയിരുന്ന് കളിക്കും. ഞാൻ വരുമ്പോഴേക്കും പായസം വെപ്പ് കഴിഞ്ഞില്ലേ? ഇത്തിരി ചൂടുണ്ട് കേട്ടോ ചേട്ടാ, എന്നാൽ കുറച്ച് ചൂടാറിയിട്ടുണ്ട്. ഈ ഇന്നത്തെ പായസല്ലേ നമ്മുടെ പാതിജീവന്റെ പിറന്നാളിന്റെ പായസാട്ടോ അത്. പായസമൊക്കെ അടിപൊളിയാ.
പിന്നെ പായസം എന്ന് പറഞ്ഞാൽ ഇത് ഈ പായസം ഇപ്പോൾ ഉണ്ടല്ലോ ശരിക്കും ഒരു മാസം മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞു തുടങ്ങും. അതായത് സ്മിതയുടെ പിറന്നാൾ എന്ന് പറഞ്ഞാൽ ആറ്റുകാൽ പൊങ്കലേര എന്നാണ്. അതായത് പൂരനാൾ, അതായത് കുംഭമാസത്തിൽ. അപ്പോൾ ഞങ്ങൾ ഒരു മാസം തന്നെ മുമ്പ് പറയും, ഓ സ്മിതയുടെ അല്ല ഒരു പായസം കുടിക്കാറായില്ലോ നമുക്ക് എന്ന് പറയും. പായസം വെപ്പ് പിന്നെ പെട്ടെന്ന് എളുപ്പം എന്ന് പറയാൻ പറ്റില്ല അല്ലേ? ഈ നാളേരം പാലൊക്കെ എടുക്കണല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ നിർത്തണില്ല. അപ്പൊ ഈ പായസമൊക്കെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കിയോളോട്ടാ, രസമായിട്ടുള്ള പായസമാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അടപ്രഥമനായിരുന്നു. അപ്പൊ പിറന്നാളിന്റെ അന്ന് അടപ്രഥമം വെക്കില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഗോതമ്പാക്കിയത്. നമ്മുടെ പേളിയെ പ്രസവിക്കാറായെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടാണ് അവൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തീരെ പോന്നിട്ടില്ല. ഈ നേരമായിട്ട് വരാണ്ടായപ്പോഴേ ഞാൻ ഒരു മുട്ട കൊണ്ടുണ്ട്, അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് നോക്കട്ടെ കുടിക്കുക. എന്നാ പേളിക്കുട്ടി കുടിച്ചോ? അങ്ങനെ അയ്യോ കുടിച്ചോ? അയ്യോ അതായി കുടിക്കണ്ട കേട്ടാ. കുറച്ച് വെള്ളം കൂടി ആ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം അല്ലേ, മുട്ട കുടിച്ച് കഴിയുമ്പോൾ. എൻ്റെ പിന്നെ കണ്ട വിശക്കണ്ടായിരുന്നു ഡാ. പാപ വയ്യാത്ത കാരണം അവിടെ നിന്ന് വരാത്ത ഇവരിങ്ങനെയാന്ന് തോന്നുന്നുണ്ട്. ഒരു എനക്കില്ലാത്തൊരു സ്ഥലത്ത് പോയി പ്രസവിക്കും തോന്നുന്നു. ഇത്തിരി വെള്ളം കൂടി വെച്ച് കൊടുക്കട്ടെ. മുട്ട കഴിച്ചു, മുട്ട കുടിച്ചു, ഇത്തിരി വെള്ളം എടുക്കട്ടെ. ഇനി എവിടെ പോയി ചെളിക്കുട്ടിയാ, ഇത്തിരി വെള്ളം കൂടി കുടിച്ചോ കേട്ടാ. കുട്ടികളെയും കൊണ്ട് വന്നോളൂ കേട്ടോ. അതിനുള്ളിൽ നിന്ന് പതുക്കെ എല്ലാം കഴിയുമ്പോൾ നീ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. അപ്പം ഇന്ന് തന്നെ പ്രസവിക്കും തോന്നുന്നുണ്ട് കേട്ടോ പേളി. അവളതാന്ന് തോന്നുന്നുണ്ട് അവിടെ നിന്ന് വരാണ്ടിരിക്കണേ. വലിയ പാത്രം എടുക്കായിരുന്നു. എന്തരാട്ടാ എന്താ കുറച്ചുകൂടി കൊടുക്കട്ടെ, നല്ലതാ കണ്ട് പാവം. വലിയ പാത്രം എടുത്താലും അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതന്നെ പറ്റുള്ളൂ. എനിക്ക് കുടിച്ചോ? അവൾക്ക് ഇങ്ങോട്ട് പുറത്തേക്ക് വരാണെങ്കിൽ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യായിരുന്നു. പ്രസവിക്കുന്ന ടൈമിൽ അതിന് വരുന്നില്ലല്ലോ. നാടൻ പട്ടികളൊക്കെ അങ്ങനെയാന്ന് തോന്നണു, അറിയില്ല. ഇതെങ്ങനെ ഇങ്ങനൊരു സ്ഥലം കണ്ടുപിടിച്ചു എന്നാണ് എനിക്കറിയാത്തത്. ഇത്രയും തപ്പി പിടിച്ച് പോയല്ലോ ഉള്ളിലേക്ക്. എന്നൊക്കെ പ്രസവിക്കുകയാണെങ്കിൽ എൻ്റെ പിറന്നാളിൻ്റെ അന്ന് പുതിയ കുറച്ച് പേരും കൂടി വന്നേനെ. എന്താവോ നമ്മുടെ സിംപുട്ടനെന്ന് ബ്യൂട്ടി പാർലറിലേക്ക് കൊണ്ടുപോകണ്ടേ നിൽക്കിയാളിരിക്കണേ. അയച്ചടാ ഇനി ഇങ്ങോട്ട് വരുമ്പോഴില്ലേ ഇതേപോലെ നല്ല കേട്ടോ, നല്ല പ്യുവർ വൈറ്റ് ആയിരിക്കും, നല്ല ഭംഗിയായിരിക്കും വരുമ്പോ കാണാൻ. ഇതിനുള്ളിൽ ഒതുങ്ങിയിരുന്നോളും. പിന്നെ ആള് ഇടയ്ക്കൊന്ന് കരയും മാൻ. അപ്പൊ നമ്മള് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ ആള് പിന്നെ അവിടെ ഇരുന്നോളൂ. സിംബയുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1.5 മണിക്കൂർ ടൈം വരാറുണ്ട്. സാധാരണ അവർ കഴിയുമ്പോൾ നമ്മൾ വിളിക്കാട്ട് ചെയ്യാം. അപ്പോൾ ആ ടൈം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണുത്തി കാർഷിക സർവകലാശാലയുടെ ഒരു കൗണ്ടർ ഉണ്ടല്ലോ, മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ളത്. അവിടെ വന്ന് നമ്മൾ എന്താ പറയുക, നമ്മൾ വന്ന സമയം എന്ന് പറയുന്നത് നമുക്ക് കവച് വന്ന ടൈമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 4 കുപ്പി കവച് മേടിച്ച് പിന്നെ വല്ല പുതിയ തൈകളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി. അപ്പോൾ അതൊന്നും എനിക്ക് കിട്ടിയില്ല. പക്ഷെ കവച് കിട്ടിയ സന്തോഷം ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ വീട്ടിൽ കഴിഞ്ഞിരിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ പിന്നെ നമ്മൾ ഉണ്ടാക്കാറുണ്ട് നമ്മുടെ വീട്ടിലെ, പക്ഷേ ഈ വട്ടം അതിനും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ സിംബയുടെ വിളി വന്നു. അങ്ങനെ സിംബേനും കൊണ്ട് നമ്മൾ വീട്ടിൽ പോരാട്ടാ. നമ്മുടെ സിംബുട്ടനെ നോക്കിയോളൂ കേട്ടാ, നല്ല സുന്ദരനായിട്ട് ആള്. എന്നിട്ട് പിന്നെ അതുകൊണ്ട് എന്താ പറയാ തീറ്റയും കഴിഞ്ഞിട്ടായിരുന്നു മേടിച്ചിട്ടുണ്ട്. വയ്യ വാ, മുടി കുറച്ച് വെട്ടി ഒതുക്കിയിട്ടുണ്ട്. നല്ല നീളം ഉണ്ടായിരുന്നു, കുറച്ച് ഒതുക്കിയില്ല നമ്മള്. ഓ വിഷമം എന്നെ മോനെ
വയറ്റിന്റെ ഉള്ളില് കാറ്റെന്ന് പറയുന്ന സംഭവം ഞങ്ങൾക്ക് കിടക്കാൻ പറ്റില്ല. അത്രയും അവനെ വിശപ്പ് സഹിക്കാൻ പറ്റില്ല കേട്ടാ. അപ്പൊ അവന് കണ്ടിട്ടുണ്ടെങ്കിൽ നോക്കി എത്രയും സ്ഥലം കൊടുത്തിട്ടുണ്ട് നമ്മൾക്ക് അവന് ഓടി കളിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് അവൻ ചില സമയത്ത് നമ്മളെ താഴെ കാണുമ്പോ അവരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ പേളിയും അല്ലൊക്കെ ഇടുന്ന് നടക്കുന്ന കാണുമ്പോഴാണ് ഇവന്റെ ഇവിടെ നിന്നുള്ള വേറെ കരച്ചില്. അപ്പൊ ആള് നല്ല സൗകര്യത്തോട് കൂടിയിട്ട് തന്നെയായിട്ട് ഇവിടെ നടക്കണേ. മുറ്റത്തേക്ക് ഇറക്കാൻ പറ്റില്ലല്ലോ ഇവരെ, കാരണം മുറ്റത്തേക്ക് നമ്മള് തീരെ ഇറക്കാത്ത. പ്രസവിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ പിറന്നാളിൻ്റെ അന്ന് അവള് പ്രസവിക്കുന്നതാണ് വിചാരിച്ചത്. പക്ഷേ ആ ഭാഗ്യം ഉണ്ടായില്ല. അപ്പോൾ പിറന്നാളിൻ്റെ പിറ്റേ ദിവസമാണല്ലോ വ്യാഴാഴ്ച ആയിരുന്നു എൻ്റെ പിറന്നാൾ. വെള്ളിയാഴ്ചയാണ് നമ്മുടെ വീഡിയോ വരുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച രാവിലെ ഞാനിതാ പേളിയിൽ അന്വേഷിച്ച് ഇറങ്ങിയപ്പോൾ പേളി നമ്മൾ വിചാരിച്ച സ്ഥലത്തൊന്നും അല്ല കേട്ടോ പ്രസവിച്ചത്. നമ്മുടെ പണിസ്ഥലത്തിൻ്റെ അവിടെ നമ്മുടെ പഴയ അടുക്കളയായിരുന്നത്. ഈ അടുക്കളയുടെ ഈ ഒരു സൈഡിലായിട്ട് കുറച്ച് മണലൊക്കെ കിടക്കുന്നുണ്ട്. അവിടെയായിട്ടാണ് അവൾ പ്രസവിച്ച് കിടക്കണേ. ഞാൻ അവൾക്കിതാ കുറച്ച് പാലൊക്കെ ആയിട്ട് അടുത്തേക്ക് പോവാട്ടാ. പേളിക്കുട്ടിയെ ഇത് എപ്പോഴാ ഷാമ്പു വെച്ചിട്ട്? എത്ര മക്കളുണ്ടോ നിനക്ക്? പാല് കുടിച്ചോട്ടാ, കുടിച്ചോ. അവരൊക്കെ സുഖമായിരിക്കണം, എല്ലാവരും നോക്കാട്ടാ. എത്ര മക്കളുണ്ട് നോക്കട്ടെ. എൻ്റെ പേളിക്കുട്ടിക്ക് ഇത് കുടിക്ക്. 1 2 3 4 5 6 ആള്. 1 2 3 4 5 6 7 ആള്. 7 മക്കളുണ്ട്. അയ്യോ, ഷായന്റെ വീട്ടത്തെ പോലെ 7 മക്കള്. അവൾക്കൊന്നും വരില്ല. എൻ്റെ മോള് പാല് കുടിച്ചാ അച്ചടാ. നല്ല സുന്ദരി മണികള്. എനിക്ക് തോന്നണേ ചാർലിയുടെ തന്നെയാണോ? കാരണം ഒക്കെ വെള്ള കുട്ടികൾ ഇവളുടെ കളറുള്ളൂ. ഒന്നും ചെയ്യണ്ട കേട്ടാ. എൻ്റെ മോളെ കുട്ടികളൊക്കെ നോക്കാൻ നമുക്ക് പാല് കുടിച്ച. അയ്യോ, അവൾക്ക് പാലൊന്നും വേണ്ട. ആടാ, സുഖമായിട്ടിരിക്കട്ടെ. അവര് പാല് കൊടുക്കാം അവർക്ക്. അവര് പാല് കുടിച്ചോട്ടെ. എൻ്റെ മോള് ഇത് ഇത്തിരി കുടിച്ചേ, പാല് കുടിച്ചേ. അങ്ങനെ നല്ല ദാഹമുണ്ടല്ലേ. ആരും ശല്യം ചെയ്തില്ല കേട്ടോ, പാവം. നല്ല സുന്ദര കുട്ടികളാ. എല്ലാവരും നല്ല തുടുന്നിരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഓരോ വലിപ്പമുള്ള ഓരോ പോലത്തെ നല്ല തുടുത്ത മക്കള്. നല്ല ദാഹമുണ്ടായിരുന്നു. എപ്പോഴാണ് അവ പ്രസവിച്ചതെന്ന് അറിയില്ല. കാലത്ത് കാണാണ്ടായപ്പോൾ ഞാൻ അന്വേഷിച്ചു തുടങ്ങിയതാണ്. അപ്പോഴാണ് ഇവിടെ വന്ന് കിടക്കുന്നവള്. നമ്മളെ പേളീനും കുട്ടികളും ഇതാ ഇങ്ങോട്ട് എടുത്തോളന്നു കേട്ടാ. കാരണം അവള് പ്രസവിച്ച് കിടന്നോടത്ത് ഇട്ട് പോന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെയുള്ള പട്ടികളുണ്ടല്ലോ, അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്താലോ. പിന്നെ അത് മാത്രമല്ല വല്ല ഉറുമ്പ് വരെ. പിന്നെ ഇവര് കണ്ടു കാണില്ല, ഇങ്ങനെ അടങ്ങി നടക്കും. ആ സ്ഥലം അത്ര അങ്ങോട്ട് എന്താ പറയുക സേഫ് അല്ലാത്തൊരു സ്ഥലമായ കാരണം അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. നമ്മള് അവിടെ ഒരു സ്ഥലമൊക്കെ ഞാൻ വൃത്തിയാക്കിയത് അവിടെ കെടുത്തി. അപ്പം ഇനി ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. പിന്നെ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം.